ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നൊരു കൂർക്ക കൃഷിയായിട്ടാട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ടെറസിൻ്റെ മുകളിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചിട്ട് അതിൽ വിത്ത് ചാടിക്കിടന്ന് മുളച്ചുണ്ടായതാണ് ഈ കൂർക്കൻ്റെ തയ്യൊക്കെ കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ നിന്ന് നല്ല തല നോക്കിയിട്ട് പൊട്ടിച്ചിട്ടാണ് നമ്മൾ കൂർക്ക നടുന്നത്. അപ്പോൾ ഇതാ കുറേ ചട്ടിയിലുണ്ട് കേട്ടോ, ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് നടാൻ പോകും കേട്ടോ. അപ്പം അതിന് വേണ്ടി ഞാൻ കുറേ ചട്ടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഓരോന്ന് ഒഴിഞ്ഞ ചട്ടികളാണ്. പച്ചക്കറിയൊക്കെ ഒഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ച ചട്ടികളാണ്. അപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറേ നമ്മൾ ഇവിടെ നിന്ന് ഒഴിവാക്കുന്ന ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ, പച്ചക്കറിൻ്റെയൊക്കെ ഒഴിവാക്കി വലിച്ചിടുന്നതൊക്കെ ഉണ്ടാവും, വള്ളിയൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ ചട്ടിയിലിട്ട് വെച്ചതാണ്. അതിൻ്റെ മുകളിൽ മണ്ണും കരിയില കമ്പോസ്റ്റ് ഇട്ടിട്ടാണ് നമ്മൾ നടാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ട് ആദ്യം ഞാൻ അതിൽ കുറേ പച്ചില നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ ഇത് നേരിട്ട് മണ്ണിടുമ്പോൾ ആ ഹോളൊക്കെ അടഞ്ഞു പോകുമല്ലോ. അപ്പോൾ നമ്മൾ വെള്ളം കെട്ടി നിന്നാൽ നമ്മളെ പച്ചക്കറിയൊക്കെ ചീഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ. ആ പച്ചിലൻ്റെ മുകളിൽ കരിയിലയാണ് ഇടാറ്. കരിയില ഇപ്പോൾ കിട്ടാൻ പ്രയാസമാണല്ലോ ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കരിയില കമ്പോസ്റ്റ് നടുന്നത് കേട്ടോ. കണ്ടോ, ഇതാണ് എൻ്റെ കരിയില കമ്പോസ്റ്റ്. ഒരു 3 മാസം മുന്നേ ഞാൻ കരിയില വലിയൊരു ചാക്ക് നിറയെ കരിയില നിറച്ച് കെട്ടി വെച്ചതായിരുന്നു. അയച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ, പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കണേ. ചാണകപ്പൊടി മാത്രമേ ഉള്ളൂ ഇപ്പം ഇട്ട് കൊടുക്കണേ. ഇനി നമ്മളിത് ഒന്ന് വലുതായാൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കണമല്ലോ. അപ്പം നമുക്ക് എല്ലുപൊടിയോ ചാണകപ്പൊടിയോ വെണ്ണീറോ എന്താ ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ വെറും ചാണകപ്പൊടിയും ഈ കരിയില കമ്പോസ്റ്റ് ഉണ്ടല്ലോ, നല്ലൊരു വളമാണ് കേട്ടോ കരിയില കമ്പോസ്റ്റ്. അത് മാത്രം ഇട്ട് നടുകയാണെങ്കിൽ നല്ല ഉഷാറായി ഉണ്ടാവും കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് അത്രയും കമ്പോസ്റ്റ് ഇല്ലല്ലോ, ഞാനൊരു ചാക്കിലല്ലേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ കുറേശ്ശെ മേലെ ഇട്ട് കൊടുക്കാനേ ഉള്ളൂ. നല്ല മഴ പെയ്യൽ തുടങ്ങിയിട്ടോ അപ്പോൾ പുറത്ത്. അപ്പോൾ ഞാനിതാ പൊട്ടിച്ച് കൊടുക്കുന്നത് കാണിച്ചില്ല കേട്ടോ. അത് എടുക്കാൻ മറന്നു. എൻ്റെ കൂർക്കൻ്റെ തല പൊട്ടിച്ചെടുക്കണത് വീഡിയോ എടുത്തിരുന്നു, ഇതിലിടാൻ മറന്നു കേട്ടോ. അപ്പം ഞാൻ എല്ലാ ചട്ടിയിലും അങ്ങനെ ഓരോ നല്ല കരുത്തുള്ള തല നോക്കിയിട്ടാട്ടോ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. എല്ലായിലും ഞാൻ അങ്ങനെ ഒരു 3 or 4 വെച്ചിട്ടാട്ടോ നട്ട് കൊടുക്കണത്. ചട്ടിയല്ലേ, അധികം നട്ട് കൊടുക്കാൻ പറ്റില്ല. ഇത് നല്ല തെങ്ങി ഉണ്ടാവുമല്ലോ. 4 എണ്ണമൊക്കെ വെച്ചിട്ടാട്ടോ ഞാൻ നട്ട് കൊടുക്കണത്. അപ്പോൾ എല്ലാ ചട്ടിയിലും നട്ടിട്ടോ. ഞാൻ 6 ചട്ടിയാണ് ഇതിന് വേണ്ടി റെഡിയാക്കി വെച്ചിരുന്നത്. 6 ചട്ടിയിലും നട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ നട്ടുകൊണ്ടും നമ്മൾ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം പച്ചക്കറിയൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ടെറസ് ഉണ്ടായാൽ മതി നമുക്ക് ഉണ്ടാക്കാൻ. ഇതാണ് എൻ്റെ ടെറസിലുള്ള പച്ചക്കറിയൊക്കെ. അതൊക്കെ മഴയായിട്ടൊക്കെ ആകെ നാശമായിട്ടുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ, പുതിയ തൈയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.